നമസ്കാരം. എൻ്റെ ജോർജസ് വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ +2 ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ തീർന്നിരിക്കുകയാണ്. എൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എല്ലാ വീഡിയോകൾക്കും എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ അധ്യാപകർ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ എൻ്റെ വിദ്യാർത്ഥികൾ എല്ലാവരുടെ പ്രോത്സാഹനവും എനിക്ക് നൽകിയുണ്ടായി. അപ്പോൾ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചവരെയും ലൈക്ക് ചെയ്തവരെയും ഷെയർ ചെയ്തവരെയും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഉള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഈ വീഡിയോയ്ക്കകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്റർ 1 നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാർത്ഥികളാണെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. അധ്യാപകർക്കും മറ്റ് നിങ്ങളുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അത് ഷെയർ കൊടുക്കുക. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പാർട്ടുകൾ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അതുകൊണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സഹായിക്കുക. ഇതുവരെ നൽകിയ എല്ലാ നല്ല വാക്കുകൾക്കും അതുപോലെ തന്നെ എല്ലാ പ്രോത്സാഹനത്തിനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിയർ സ്റ്റുഡൻസ്, ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും 2015 മുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2015 ഒരു ക്വസ്റ്റ്യനാണ്: ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ചാർജസ്. എ സ്റ്റേറ്റ് ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിന് ഒരു സ്കോറാണുള്ളത്. ബി using this law derive an expression for the electric field intensity due to a uniformly charged thin spherical shell at a point. 1 outside the shell score 2 ആണ്. 2 inside the shell score 1 ആണ്. സ്റ്റേറ്റ് ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിച്ചതാണ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇറ്റ്, അല്ലെങ്കിൽ 5 = Q/ε0 എന്ന് കൊടുത്താലും ഒരു മാർക്ക് കിട്ടും. അതിൻ്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ പഠിച്ചതാണ്. Using this law derive an expression for the electric field intensity due to a uniformly charged thin spherical shell at a point. ഔട്ട്സൈഡ് ഷെല്ലാകുമ്പോൾ 1/4πε0 Q/r². ഡെറിവേഷൻ പിക്ചർ വരയ്ക്കണം. അതിൻ്റെ ഡെറിവേഷൻ അവർ എഴുതി വെക്കുവാണെങ്കിൽ 2 മാർക്ക് കിട്ടും. ഇൻസൈഡ് ദി ഷെല്ലാണെങ്കിൽ അത് E=0 ആണ്. അതിൻ്റെ സി പാർട്ട്: സപ്പോസ് ദാറ്റ് യു ആർ ഇൻ എ കേവ് ഡീപ്പ് വിത്തിൻ ദി എർത്ത്. ആർ യു സേഫ് ഫ്രം തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്? വൈ? ഇത് അടുത്ത ചാപ്റ്ററിൽ വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് അന്നേരം ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ ഇൻസൈഡ് ചാർജ്ഡ് എൻക്ലോഷർ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. നമ്മൾ മുകളത്തെ ഗോസ് ലോയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് വരുന്ന ഇൻസൈഡ് ദി ഷെല്ലാകുമ്പോൾ E0 ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളതാണ്. അടുത്ത 16 വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റേറ്റ് ഗോസ് ലോ ഫോർ മാഗ്നറ്റിസം ആണ്. അത് പഠിക്കാൻ വരുന്നേ ഉള്ളൂ. ഹൗ ദിസ് ഡിഫേഴ്സ് ഫ്രം ഗോസ് ലോ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. മാഗ്നറ്റിസത്തിൽ 5 അവിടെ ഇൻ്റഗ്രൽ B.ds ആണ്. 0 ആയിട്ട് വരും. ഇവിടെ 5 ഇലക്ട്രിക് ഫ്ലക്സ് Q/ε0 ആണ്. മാഗ്നറ്റിസത്തിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് 0 എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത 16 വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നത്: എ സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ക്യാപില്ലാർ ഈസ് യൂണിഫോംലി ചാർജ്ഡ് വിത്ത് എ ചാർജ് +2. ബൈ ഗോസ് തിയറം ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് P. എ ഔട്ട്സൈഡ് ദി സ്പെറിക്കൽ ഷെൽ ആൻഡ് ബി ഇൻസൈഡ് ദി സ്പെറിക്കൽ ഷെൽ. നേരത്തെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ആൻസർ എഴുതി പഠിക്കുക. അതിന് 3 മാർക്കാണുള്ളത്. അടുത്ത 17 വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്: എ ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആ ഇലക്ട്രിക് ചാർജ് ഓഫ് -16 മൈക്രോകൂളം. അതിൻ്റെ 4 ഓപ്ഷൻസ് ഉണ്ട്. ബി ആ ഇലക്ട്രിക് ഡൈപോൾ ഇസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോയിന്റ് ചാർജസ് +Q and -Q separated by a distance r. Write an expression for its dipole moment.
അതിന് സ്കോർ 1 ആണ്. സി പാർട്ട്, വെൻ an electric dipole is subjected to an uniform electric field, what will happen? അതിൻ്റെ ആൻസർ ശ്രദ്ധിക്കുക. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ Q is equal to NE എന്ന് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ 10⁻14 കിട്ടും. ബി പാർട്ട് QR ഡൈപോൾ മൊമെൻറ്റ് P is equal to Q into 2A ആണ്. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ചാർജിന് ഡൈപോൾ ലെങ്ത് എന്ന് എഴുതാം, അല്ലെങ്കിൽ 2AQ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2QL എന്ന് എഴുതാം. എന്തെഴുതിയാലും മാർക്ക് കിട്ടും, ഒരു മാർക്കാണ്. സി പാർട്ട്, ഇറ്റ് വിൽ ഹാവ് എക്സ്പീരിയൻസ് ടോർക്ക്, അതെൻ്റെ ആൻസർ അതാണ്. അല്ലെങ്കിൽ ഇറ്റ് വിൽ റൊട്ടേറ്റ്, അല്ലെങ്കിൽ ഓസിലേറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ അണ്ടർഗോ SHM, അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ 0, ഓർ ടോർക്ക് ഈക്വൽ P ക്രോസ് E, അല്ലെങ്കിൽ P sin θ. ഇതിൻ്റെ ആൻസർ എഴുതി വെക്കുവാണെങ്കിൽ അതിന് ഒരു മാർക്ക് കിട്ടും. 2018 ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് പ്ലേസ് ഇൻ എയർ ഷോൺ ഇൻ ഫിഗർ. അതിൻ്റെ അപൂർണമായ ഒരു ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എ പാർട്ട്, റീഡ്രോ ദി ഫിഗർ ആൻഡ് ഷോ ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് P, ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് E at P. ബി, റൈറ്റ് an equation to find out the electric field at P. ഇതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലെത്തി വായിച്ച് നോക്കുക. അതിൻ്റെ പിയിൽ ഉള്ള നമുക്കത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഓൺ ഇക്വറ്റോറിയൽ പ്ലെയിൻ, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫിഗർ നോട്ട് നെസസറി ആണ്. ഡയറക്ഷൻ ഓഫ് ഐദർ E or P ഗിവ് 1 സ്കോർ. ഈ ഫിഗർ ഈസ് ഡ്രോൺ ഇൻ റിവേഴ്സ് ഓർഡർ ഓഫ് ചാർജ് ഗിവ് 1 സ്കോർ. ഇങ്ങനെ വരയ്ക്കാം ഫോർ കറക്റ്റ് ആൻസർ. ബി പാർട്ട്, E is equal to 1/4πε0 P/r³ എന്നാണ്. അല്ലെങ്കിൽ 1/4πε0 P/r² പ്ലസ് d²/2 3/2 എഴുതാം. അതിന് ഒരു മാർക്കാണ്. അതേ പക്ഷത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. 2 spheres encloses charges are shown in figure. 2 spheres ഉണ്ട്, S1 and S2. There is an expression for electric field intensity at any point on the surface S2. B part, what is the ratio of electric flux through S1 and S2? ഇത് ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൻസർ ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ E.ds is equal to 3Q/ε0. കാര്യം S1-നകത്ത് ചാർജ് Q ആണ്, S2-നകത്ത് ചാർജ് 2Q ആണ്. ടോട്ടൽ ചാർജ് ഇൻസൈഡ് S2 is equal to 2 plus Q 3Q, അതാ 3Q/ε0. അല്ലെങ്കിൽ E into 4πr² is equal to 3Q/ε0, or E is equal to 1/4πε0 3Q/r². അതിന് 2 മാർക്കാണ്. ബി പാർട്ട് 1:3, അല്ലെങ്കിൽ S1-നകത്തുള്ളത് Q/ε0യും S2-നകത്തുള്ളത് 3Q/ε0. അതാണ് 1:3. ഓർ ഗോസ് തിയറം അതിന് സ്റ്റേറ്റ്മെന്റ് എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് 3 മാർക്ക് കിട്ടും. 2020 ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൻസർ 6 questions from 5 to 11. അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ പോയിന്റ് ആൻഡ് അറ്റ് ദി ആക്സിൽ പോയിന്റ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ് ഫ്രം ദി സെന്റർ ഓഫ് എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഈസ് ഡാഷ്. എ ക്ലോസ് സർഫസ് എൻക്ലോസസ് ഇലക്ട്രിക് ഡൈപോൾ. വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി സർഫസ്? അതിന് 2 മാർക്കാണ്. ആൻസർ ശ്രദ്ധിക്കുക. 1:2 ആണ്. അതായത് ആക്സിൽ ലൈനാണെങ്കിൽ 1/4πε0 P/r³ ആണ്. സോറി, ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിൽ 1/4πε0 P/r³ ആണ്. ആക്സിൽ ലൈനാണെങ്കിൽ 1/4πε0 2P/r³ ആണ്. അതായത് ആക്സിൽ ലൈനിന്റെ ഹാഫാണ് ഇക്വറ്റോറിയൽ ലൈനിലുള്ളത്. ഇനി 1 കറക്റ്റ് ഇക്വേഷൻ 6 മാർക്ക് നമുക്ക് കിട്ടും. സെക്കൻഡ് പാർട്ട് ആൻസർ 0 ആണ്. 2020 തന്നെ വേറെ ക്വസ്റ്റ്യൻ ആണ്. എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R is uniformly charged with a charge plus Q by Gauss theorem. Find the electric field intensity at a point P outside the spherical shell and inside the spherical shell. അപ്പോൾ 3 വർഷമായിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലെത്തി വായിച്ച് പഠിക്കുക. ഇതാണ് എൻ്റെ ആൻസർ. ഇതാണ് ഗോസ് ലോ, ഫിഗർ, ഡെറിവേഷൻ ആൻഡ് ഇക്വേഷൻ. ഇതിനുള്ള മാർക്ക് സ്കോറിംഗ് എപ്പോഴും നോക്കുക. ഓർ ഗോസ് ലോ ഇക്വേഷൻ മാത്രമാണെങ്കിൽ 1 മാർക്ക് വരും,
ഫിഗർ അല്ലെങ്കിൽ ഡെറിവേഷൻ ഫൈനൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ 1 മാർക്ക് വരും. സെക്കൻഡ് പാർട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എ പെർമനന്റ് ഇലക്ട്രിക് dipole moment P is placed in a uniform external electric field E as shown in figure. Redraw the figure and show the magnitude and direction of force acting on charges as an expression for the torque acting on the dipole in vector form. ഇത് കഴിഞ്ഞ വർഷത്തെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഫിനിറ്റ്ലി ലോങ് തിൻ സ്ട്രേറ്റ് വയർ വിത്ത് യൂണിഫോം ലീനിയർ ചാർജ് ഡെൻസിറ്റി is shown in figure. Draw a Gaussian surface in order to calculate the electric field at P and a mark direction of electric field at this point. Derive an expression to calculate the electric field at this point. രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. അതിൻ്റെ ഡയഗ്രാം ശ്രദ്ധിക്കുക. എഫിസിബിലിറ്റി QE അപ്വേർഡ് ഡയറക്ഷനിൽ, മൈനസ് Q ആണെങ്കിൽ താഴോട്ട് വരും. കറക്റ്റ് മാർക്കിംഗ് ഓഫ് ഡയറക്ഷൻ ഇക്വേഷൻ എഫിസിബിലിറ്റി QE 1 സ്കോർ ഫോർ എനി പാർട്ട്. സെക്കൻഡ് പാർട്ട് ടോ ഇസ് P ക്രോസ് C ഓർ ടോ ഇസ് ഈക്വൽ ടു P സൈൻ തീറ്റ. അടുത്ത 16th ക്വസ്റ്റ്യൻ്റെ ഇത് ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ, ഫസ്റ്റ് ആപ്ലിക്കേഷനാണ്. ഗോഷ്യൻ സർഫസ് ഓർ ഡയറക്ഷൻ എഴുതുകയാണെങ്കിൽ അത് 1 മാർക്ക്, പടം വരച്ച് കാണിച്ചാൽ മതി. സെക്കൻഡ് പാർട്ട് ഇൻ്റഗ്രൽ ഇഡോ DSC Q ബൈ എപ്സിലോൺ 0 ഗോസ് ലോ, അല്ലെങ്കിൽ ഗോസ് ലോ എഴുതിയാലും 1 മാർക്ക് കിട്ടും. E into 2 pi RL equals lambda into L by epsilon 0 അര മാർക്ക്, ഓർ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 pi epsilon 0 അതിന് അര മാർക്ക്. ഇങ്ങനെ മാർക്കിംഗ് സ്കീം ഇങ്ങനെയാണ്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ കുറേ സമയം കൊണ്ട് നമുക്ക് ആൻസർ എഴുതുവാൻ പറ്റും. ഒത്തിരി എഴുതിയ സമയം കളയേണ്ട ആവശ്യവും ഇല്ല.